ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ UDFന് മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. നഗരസഭകളിൽ UDFന് മേൽക്കൈ. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF. NDA വിജയത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ UDFിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മുന്നേറ്റമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വികസിത കേരളം എന്ന ആശയത്തെ ജനങ്ങൾ സ്വീകരിച്ചതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായി സാങ്കേതിക വിദ്യ അടക്കം സർക്കാർ പ്രയോജനപ്പെടുത്തുന്നതായി ലക്ഷദ്വീപ് നിക്ഷേപക സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. 6 കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണമുറപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDFിൽ നിന്നും NDA പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. തിരഞ്ഞെടുപ്പ് നടന്ന 86 നഗരസഭകളിൽ 54 UDFന് മുന്നേറാനായത്. LDF 28 NDA 2 നഗരസഭകളിലുമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDFന് ഒപ്പം നിന്നപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF മുന്നേറ്റമുണ്ടാക്കി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 79 UDFും 63 ബ്ലോക്കുകളിൽ LDFുമാണ് മുന്നിലെത്തിയത്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 504 UDFനാണ് മുന്നേറ്റം. LDF 341 NDA 26 ഗ്രാമപഞ്ചായത്തുകളിലും മുന്നിലെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 വാർഡുകളിലും മുന്നേറ്റം കാഴ്ചവെച്ചാണ് NDA ഭരണം പിടിച്ചെടുത്തത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വർക്കല അടക്കം ജില്ലയിലെ 4 നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും LDFന് മുന്നിലെത്താൻ സാധിച്ചു. നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉൾപ്പെടെ UDFും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ LDFുമായി ഒപ്പത്തിനൊപ്പമുണ്ടായിരുന്ന NDA പിന്നീട് ലീഡുയർത്തി 50 സീറ്റിലേക്ക് മുന്നേറുകയായിരുന്നു. 2020 35 സീറ്റ് നേടിയ NDA ഇത്തവണ നില മെച്ചപ്പെടുത്തിയാണ് LDFിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നത്. 2020 54 സീറ്റുണ്ടായിരുന്ന LDFന് ഇത്തവണ 29 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതേസമയം 2020 10 സീറ്റ് മാത്രമുണ്ടായിരുന്ന UDF ഇത്തവണ 19 സീറ്റുമായി ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ നിലപാടും വിഴിഞ്ഞത്ത് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പും ഭരണം ഉറപ്പിക്കുന്നതിൽ NDAക്ക് നിർണായകമാകും. കോർപ്പറേഷൻ ഭരണം നഷ്ടമായെങ്കിലും ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിലും LDF ഭരണം ഉറപ്പിച്ചു. 73 പഞ്ചായത്തുകളിൽ 36ലും ഭരണം നേടിയ LDF ജില്ലാ പഞ്ചായത്ത് ഭരണവും നിലനിർത്തി. എന്നാൽ 11 ബ്ലോക്കുകളിൽ 6 UDFും 5 LDFും നേടി. 25 വർഷക്കാലമായി LDFന്റെ അധികാരത്തിലായിരുന്ന കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് UDFന് വലിയ നേട്ടമായി. കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ UDF 27 LDF 16 NDA 12 വാർഡുകളിലുമാണ് മുന്നിലെത്തിയത്. ജില്ലയിലെ 4 നഗരസഭകളിൽ കൊട്ടാരക്കരയിലും പുനലൂരും പരവൂരും LDF മുന്നിലെത്തിയപ്പോൾ കരുനാഗപ്പള്ളി UDF പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുന്നേറ്റം. 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 LDFും 3 UDFും മുന്നിലെത്തി. 68 ഗ്രാമപഞ്ചായത്തുകളിൽ 33 LDFും 32 UDFും 2 NDAയുമാണ് മുന്നിൽ. UDFന്റെ ആധിപത്യമാണ് പത്തനംതിട്ട ജില്ലയിൽ കണ്ടത്. 4 നഗരസഭകളിൽ പത്തനംതിട്ടയിലും തിരുവല്ലയിലും അടൂരും UDF മുന്നിലെത്തിയപ്പോൾ പന്തളം നഗരസഭ LDF പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്തിലും UDFനാണ് മുന്നേറ്റം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDFാണ് മുന്നിൽ. 53 ഗ്രാമപഞ്ചായത്തുകളിൽ 34 UDFും 11 LDFും 4 NDAയും മുന്നിലെത്തി. ആലപ്പുഴയിലെ 6 നഗരസഭകളിൽ 5 UDFാണ് മുന്നിൽ. ചേർത്തല നഗരസഭയിൽ മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. ജില്ലാ പഞ്ചായത്തിൽ LDFനാണ് മുന്നേറ്റം. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 LDFും 4 UDFുമാണ് മുന്നിലെത്തിയത്. 72 ഗ്രാമപഞ്ചായത്തുകളിൽ 36 LDFും 23 UDFും 5 NDAയും മുന്നിലാണ്. കോട്ടയത്തെ 6 നഗരസഭകളിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഏറ്റുമാനൂരും വൈക്കത്തും UDF മുന്നിലെത്തി. പാലയിൽ LDFാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും UDFനാണ് മുന്നേറ്റം. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 UDFാണ് മുന്നിൽ. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 44 UDFും 19 LDFും 3 NDAയും മുന്നിലെത്തി.
ഇടുക്കിയിലെ കട്ടപ്പന, തൊടുപുഴ നഗരസഭകളിൽ രണ്ടിടത്തും UDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലും UDF-നാണ് മുന്നേറ്റം. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 7ഇടത്ത് UDF-ഉം ദേവികുളത്ത് LDF-ഉമാണ് മുന്നിലെത്തിയത്. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 36ഇടത്ത് UDF-ഉം 11ഇടത്ത് LDF-ഉമാണ് മുന്നിൽ. കൊച്ചി കോർപ്പറേഷനിലെ 76 വാർഡുകളിൽ 46 സീറ്റുകൾ നേടിയാണ് LDF-ൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് UDF ശക്തമായ മടങ്ങിവരവ് നടത്തിയത്. LDF 20 വാർഡിലും NDA 6ഇടത്തുമാണ് മുന്നിൽ. എറണാകുളത്തെ 13 നഗരസഭകളിൽ 12ഇടത്ത് UDF-ഉം തൃപ്പൂണിത്തുറയിൽ NDA-യും മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്തിലും UDF-നാണ് മുന്നേറ്റം. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഇടത്തും UDF മുന്നിലെത്തി. 82 ഗ്രാമപഞ്ചായത്തുകളിൽ 66ഇടത്ത് UDF-ഉം 7ഇടത്ത് LDF-ഉം മുന്നിലാണ്. കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം 2020 മൂന്നാം തവണയും നിലനിർത്തി. തൃശൂർ കോർപ്പറേഷനിലെ 56 വാർഡുകളിൽ UDF 33ഇടത്ത് വിജയം നേടി ശക്തമായ തിരിച്ചുവരവ് നടത്തി. നിലവിൽ ഭരണത്തിലുണ്ടായിരുന്ന LDF-ന് 11ഇടത്ത് മാത്രമാണ് മുന്നേറാനായത്. NDA 8 വാർഡുകളിലാണ് മുന്നിലെത്തിയത്. തൃശൂരിലെ 7 നഗരസഭകളിൽ ചാവക്കാട്, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവ LDF-നൊപ്പം നിന്നപ്പോൾ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF-നെ പിന്തുണച്ചു. ജില്ലാ പഞ്ചായത്തിൽ LDF-നാണ് മുന്നേറ്റം. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10ഇടത്ത് LDF-ഉം 5ഇടത്ത് UDF-ഉം മുന്നിലെത്തി. 86 ഗ്രാമപഞ്ചായത്തുകളിൽ 44ഇടത്ത് LDF-ഉം 34ഇടത്ത് UDF-ഉമാണ് മുന്നിൽ. ഇടതുകോട്ടയായ പാലക്കാട് ജില്ലയിലും UDF നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത്. NDA-യ്ക്കും ജില്ലയിൽ സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലാ പഞ്ചായത്തിൽ 12 ഡിവിഷനുകൾ UDF നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് 3 ആയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം UDF 31ലേക്ക് ഉയർത്തി. ജില്ലയിലെ അകത്തേത്തറ, പുത്തൂർ പഞ്ചായത്തുകളിൽ NDA മുന്നിലെത്തി. 7 നഗരസഭകളിൽ 4 UDF ആണ് മുന്നിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നഗരസഭ മാത്രമാണ് UDF നേടിയിരുന്നത്. ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലാണ് LDF ഒന്നാമതെത്തിയിരിക്കുന്നത്. ഈ 2 നഗരസഭകളിലും NDA ആണ് രണ്ടാമത്. പാലക്കാട് നഗരസഭയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ഇവിടെ LDF-ഉം UDF-ഉം സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പുറമെ അട്ടപ്പാടി ബ്ലോക്കിലും UDF വിജയിച്ചു. മലപ്പുറത്തെ 12 നഗരസഭകളിൽ 11ഇടത്തും UDF ആണ് മുന്നിൽ. പൊന്നാനി നഗരസഭ LDF നിലനിർത്തി. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അടക്കം മേൽക്കൈ നേടി UDF ജില്ലയിൽ സമഗ്രാധിപത്യം പുലർത്തുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF മേൽക്കൈ നേടിയെങ്കിലും 76 വാർഡുകളിൽ 34ഇടത്ത് മാത്രമാണ് മുന്നേറാൻ സാധിച്ചത്. UDF 26ഇടത്തും NDA 13 വാർഡുകളിലും മുന്നിലെത്തി. 7 നഗരസഭകളിൽ രാമനാട്ടുകര, ഫറോക്ക്, പയ്യോളി, കൊടുവള്ളി ഉൾപ്പെടെ 4ഇടത്ത് UDF-ഉം 3ഇടത്ത് LDF-ഉമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ UDF-നാണ് മുന്നേറ്റം. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8ഇടത്ത് LDF-ഉം 2ഇടത്ത് UDF-ഉം മുന്നിലെത്തി. 70 ഗ്രാമപഞ്ചായത്തുകളിൽ 39 UDF-ഉം 27 ഇടങ്ങളിൽ LDF-ഉം മുന്നിലാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ജില്ലയിൽ UDF വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. NDA-യ്ക്കും കണ്ണൂർ ജില്ലയിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ ആകെയുള്ള 71 ഗ്രാമപഞ്ചായത്തുകളിൽ 48 എണ്ണത്തിൽ LDF-ഉം 21 എണ്ണത്തിൽ UDF-ഉം വിജയിച്ചു. 2 ഗ്രാമപഞ്ചായത്തുകളിൽ LDF-ഉം UDF-ഉം തുല്യനിലയിലാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 എണ്ണത്തിൽ LDF-ഉം 1 എണ്ണത്തിൽ UDF-ഉം വിജയം കൈവരിച്ചു. എടക്കാട്, തളിപ്പറമ്പ് ബ്ലോക്കുകളിൽ LDF-ഉം UDF-ഉം തുല്യനിലയിലാണ്. ജില്ലാ പഞ്ചായത്തിലെ 25 ഡിവിഷനുകളിൽ 18 എണ്ണത്തിൽ LDF-നാണ് വിജയം. 7 എണ്ണത്തിൽ UDF-ഉം വിജയിച്ചു. 8 നഗരസഭകളിൽ 5 എണ്ണത്തിൽ LDF-ഉം 3 എണ്ണത്തിൽ UDF-ഉം വിജയം കൈവരിച്ചു. വയനാട്ടിലെ 3 നഗരസഭകളിൽ ബത്തേരിയിലും മാനന്തവാടിയിലും UDF-ഉം കൽപ്പറ്റയിൽ LDF-ഉമാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിൽ UDF-നാണ് മുന്നേറ്റം. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എല്ലായിടത്തും UDF-ആണ് മുന്നിലെത്തിയത്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15ഇടത്തും UDF-നാണ് മേൽക്കൈ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തി. കാസർഗോഡ് നഗരസഭയിൽ UDF-ഉം നീലേശ്വരത്ത് LDF-ഉം മുന്നിലെത്തി. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ഇടത്ത് LDF-ഉം 2ഇടത്ത് UDF-ഉമാണ് ലീഡ് ചെയ്യുന്നത്. 38 ഗ്രാമപഞ്ചായത്തുകളിൽ 17ഇടത്ത് UDF-ഉം 13ഇടത്ത് LDF-ഉം 3ഇടത്ത് NDA-യുമാണ് മുന്നിലെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കവടിയാറിൽ മുൻ MLA കോൺഗ്രസിന്റെ KS ശബരിനാഥൻ വിജയിച്ചു. ശാസ്തമംഗലം വാർഡിൽ BJP സ്ഥാനാർത്ഥി മുൻ DGP R ശ്രീലേഖ വിജയം നേടി. മുട്ടട വാർഡിൽ കോൺഗ്രസിന്റെ വൈഷ്ണ സുരേഷിനാണ് വിജയം. തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA കോൺഗ്രസിന്റെ അനിൽ അക്കര വിജയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ EM അഗസ്തി കട്ടപ്പനയിൽ പരാജയപ്പെട്ടു. കൊല്ലത്ത് നിലവിലെ മേയർ LDF-ന്റെ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDA-യുടെ വിജയത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ
പരിഷ്കരിക്കാൻ NDA മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF-ൽ അർപ്പിച്ച വിശ്വാസത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നന്ദി അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ UDF-ന് ഇത് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് UDF-ന്റെ മുന്നേറ്റമെന്നും ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഉജ്ജ്വല മുന്നേറ്റം നൽകിയ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ജനങ്ങൾ ഗൌരവമായി കണ്ട് ചർച്ച ചെയ്തതാണ് വിജയത്തിന്റെ കാരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടി UDF കുതിക്കുകയാണ്. ഈ 7 തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ വിജയമാണ് 2025 പ്രാദേശിക സർക്കാരുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയിരിക്കുന്നത്. ഈ വലിയ വിജയം UDF-ന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വൻപിച്ച ജനകീയ മുന്നേറ്റമാണ് UDF നേടിയതെന്നും LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളടക്കം പിടിച്ചെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചതായും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. BJP-യും NDA-യും മുന്നോട്ട് വെച്ച വികസിത കേരളം എന്ന ആശയത്തെ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. മാറാത്തത് ഇനി മാറുന്ന ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. NDA-യുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ വിജയമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് അപ്രതീക്ഷിത തിരിച്ചടിയാണുണ്ടായതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനവിധി തിരിച്ചടിയായത് എന്തുകൊണ്ടാണെന്ന് പഠിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമം ഇന്ന് ബംഗാരം ദ്വീപിൽ നടന്നു. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു. IT കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന മേഖലയാണ് സമുദ്ര മത്സ്യബന്ധന രംഗമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഈ മേഖലയുടെ വികസനത്തിനായി സാങ്കേതിക വിദ്യ അടക്കമുള്ളവ പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. This is the second sector which grows after IT. This 9% growth. And this plenty of the fund is there. And we have very good these organizations, CMFRI, CIFT, all these institutions and organizations can help us because technology is a very important thing for this one. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനമായ ഇന്ന് 72 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. പാർക്ക് ചാൻ വൂക്കിന്റെ നോ അതർ ചോയ്സ്, ജൂലിയ ഡ്യൂക്കോർണു ചിത്രം ആൽഫ എന്നിവ നിശാഗന്ധിയിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ വലിയ തോതിലുള്ള പ്രേക്ഷക പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. മത്സര ഗുസ്തിയിലേക്കുള്ള തിരിച്ചുവരവ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക് ഗെയിംസിൽ 4ാം തവണയും പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയുള്ള പ്രഖ്യാപനം. ഫുട്ബോൾ ആരാധകരിൽ ആവേശമുയർത്തി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെത്തി. ആയിരക്കണക്കിന് ആരാധകരാണ് മെസ്സിയെ ഒരു നോക്ക് കാണാൻ വിമാനത്താവളത്തിൽ അണിനിരന്നത്. ഇന്ത്യയിൽ 3 ദിവസം പര്യടനം നടത്തുന്ന മെസ്സിയും സംഘവും കൊൽക്കത്തയ്ക്ക് പുറമെ ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങളിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ UDF-ന് മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം, നഗരസഭകളിൽ UDF-ന് മേൽക്കൈ. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF. NDA വിജയത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ UDF-ൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ മുന്നേറ്റമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വികസിത കേരളം എന്ന ആശയത്തെ ജനങ്ങൾ സ്വീകരിച്ചതായി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായി സാങ്കേതിക വിദ്യ അടക്കം സർക്കാർ പ്രയോജനപ്പെടുത്തുന്നതായി ലക്ഷദ്വീപ് നിക്ഷേപക സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി
മന്ത്രി ജോർജ് കുര്യൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.